ഷവർമ്മ എങ്ങനെയാണോ ഉണ്ടാക്കല് പൊട്ട അങ്ങനത്തെ കമന്റ് ഇട്ടാണ്ടേ വലിയ ഉണ്ടാക്കാറാണ് മൂപ്പന്മാര് വരണ്ട. നോമ്പൊക്കെ നോറ്റ് കഴിഞ്ഞാൽ ഉച്ചക്ക് ഇല്ലാത്ത പൂതി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇന്ന് പൂതി വന്നത് ഷവർമ്മക്കാണ്. അപ്പൊ ഞാനൊരു ഷവർമ്മ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയതൊന്നും കണ്ടു. നൈസായി കട്ട് ചെയ്ത് എല്ലില്ലാത്ത ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പെപ്പർ പൗഡർ, ഒറിഗാനോ, ഗരം മസാല, കുറച്ച് ജീരകം പൊടിച്ചു വിട്ടിട്ട് ലേശം സുറുക്കി വെച്ചിട്ട് ഇത് നന്നാക്കി കൂട്ടി യോജിപ്പിച്ച് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 1 മണിക്കൂറിന് ശേഷം ഇത് കോർത്തുണ്ടാക്കാൻ ഭാഗമായിട്ടുള്ള ഒരു കമ്പി നമുക്ക് കിട്ടിയപ്പോഴേ അതിന്റെ അടിഭാഗത്തെ ചെറിയൊരു ഉരുളക്കിഴങ്ങും വെച്ചിട്ട്, ഈ ഉരുളക്കിഴങ്ങ് എന്താ വെച്ചാൽ മയോണീസിന് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് വെച്ചത്. ഉരുളക്കിഴങ്ങ് വെച്ച് ചിക്കന്റെ ഓരോ പീസ് വീതം എടുത്തിട്ട് ഇതിന്റെ മേലെ കോർത്തിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു ചെറുനാരങ്ങയും സെറ്റാക്കി കഴിഞ്ഞാൽ സംഭവം റെഡി. ഇത് ഹെൽത്തി ആണോ ചോദിച്ചാൽ വലിയ ഹെൽത്തി അല്ല, എന്നാലും ഒരു അൺഹെൽത്തി അല്ല. അങ്ങനത്തെ കോലത്തിലുള്ള ഒരു ഷവർമ്മ കേട്ടോ. ഈ ഷവർമ്മ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്യാനുള്ള ആ പെട്ടിക്കൂടുണ്ടല്ലോ, ആ സാധനം നിർബന്ധമാണ്. അത് ഇല്ലാത്തവര് ഈ പരിപാടിക്ക് നിൽക്കണ്ട. എണ്ണയിലിട്ട് പൊരിച്ചാൽ ഇത് ഉഷാറായി കിട്ടൂല. അപ്പൊ സംഭവം നമ്മളത് ഉഷാറായി കഴിഞ്ഞപ്പോൾ എയർ ഫ്രയറിന്റെ മൂടിയൊക്കെ തുറന്ന് അതിന്റെ അടിയിൽ ഒരു അലുമിനിയം ഫോയിലും സെറ്റ് ആക്കിയിട്ട് ഇത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് 150 ഡിഗ്രിയിൽ ഏകദേശം ഒരു 40 മിനിറ്റ് കുക്ക് ചെയ്യണം. ഏകദേശം 20 മിനിറ്റ് ആയപ്പോൾ അത് തിരിച്ചിട്ട് വീണ്ടും വേവിച്ചിട്ട് 40 മിനിറ്റിന് ശേഷം എടുത്തു നോക്കിയപ്പം അടിപൊളി എണ്ണയിലിട്ട് മുക്കി പൊരിക്കാത്ത ഷവർമ്മ റെഡി. ഒന്നും നോക്കാല്ല, ഒരു കത്തിയൊക്കെ എടുത്ത് ചെറുതാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് ഈ അടിയിൽ വെച്ച ഉരുളക്കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ടാവും. ആ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് മയോണീസ് ഉണ്ടാക്കിയത്. കൂടുതലും ചിന്തിക്കാതെ ഒരു കുബൂസ് എടുത്ത് 1 സ്പൂൺ മയോണീസും ഇതിന്റെ മുകളിൽ തേച്ചിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി വെച്ച ചിക്കനും ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് കുറച്ച് കുക്കുംബർ ചെറുതാക്കി ചോപ്പ് ചെയ്തതും, പിന്നെ കുറച്ച് കാബേജ് ചെറുതാക്കി ചോപ്പ് ചെയ്തതും, പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി ചോപ്പ് ചെയ്തതും ഇതിന്റെ മുകളിലോട്ട് ഇട്ട് 1 സ്പൂൺ മയോണീസും ഇതിന്റെ മുകളിലേക്ക് ഇട്ടാൽ സിമ്പിൾ ഷവർമ്മ റെഡി കേട്ടോ. ഇതേപോലൊക്കെ ഷവർമ്മ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ആ സാധനം നിർബന്ധം. ഷവർമ്മക്കൊക്കെ പൂതി വന്നാലേ ഒന്നെങ്കിൽ ഉണ്ടാക്കി തിന്നാൻ കഴിയണം, അല്ലെങ്കിൽ ഇത് തെരഞ്ഞു പോകാൻ കഴിയണം. ഇത് രണ്ടും കഴിയാത്ത ആളുകൾ പൂതി വെച്ച് അങ്ങനെ നടക്കാനേ കഴിയുള്ളൂ. ഇത് കുബൂസിൽ മാത്രമല്ല പൊറാട്ടയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പൊറാട്ടയിൽ ഉണ്ടാക്കി, കുബൂസിലും ഉണ്ടാക്കി. പൊറാട്ട ഉണ്ടാക്കിയത് ഒരു വൃത്തിയില്ല, കാരണം അടിച്ച പൊറാട്ട ആയിട്ടേ ഇതെല്ലാം പാടെ തുർത്തി പോരാ, ഒരു വൃത്തിക്ക് തിന്നാൻ കഴിയണില്ല. അപ്പൊ ഇന്നൊക്കെ ഉള്ളതായിരിക്കണം. അൽഹംദുലില്ലാ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.